എന്തായാലും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ മരണസമയത്തോ അതിനുശേഷമോ അന്ന് പ്രതിപക്ഷ നേതാവിന് എത്താൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതിപ്പോൾ കുടുംബത്തെ നേരിട്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഇപ്പോൾ പിണറായി വിജയന്റെ കാർ അവിടെ വന്ന അല്പസമയം മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ കുടുംബത്തെ കാണാൻ വീടിനകത്തേക്ക് പിണറായി വിജയൻ കടന്നു പോയിട്ടുണ്ട്. ആ വീട്ടിന് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് വന്നിറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം എറണാകുളം CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൂടി ഉണ്ട്, സതീഷ് ഉണ്ട് കൂടെ. അപ്പം അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് അവരെ കാണാം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, അദ്ദേഹം അവിടെ തുടരുകയാണോ അതോ മടങ്ങിയോ? അദ്ദേഹം അല്പസമയം മുമ്പ് മടങ്ങി. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് നേരെ സലീംകുമാറിന്റെ വീട്ടിലേക്കാണ് എത്തിയത്. അതിനുശേഷം കുടുംബാംഗങ്ങളെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. സലീംകുമാറുമായി നേരത്തെയൊക്കെ വലിയ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. മരണസമയത്ത് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് കുടുംബാംഗങ്ങളെ കണ്ട് ദുഃഖം രേഖപ്പെടുത്തുന്നതിന് ഭാഗമായി ഇന്ന് എത്തിയത്. അദ്ദേഹം ഇന്ന് മറ്റിടങ്ങളിലെ പരിപാടിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹത്തെ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം കണ്ട് ശേഷം മടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ, പ്രത്യേകിച്ച് CPM പ്രാദേശിക നേതൃത്വമൊക്കെയായി വലിയ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് സലീംകുമാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം പിണറായി വിജയനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിയെങ്കിലും ഇവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടുത്തെ പ്രാദേശിക നേതൃത്വമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ കണ്ടിപ്പോൾ മടങ്ങിയിട്ടുള്ളത്. അതെ, പിണറായി വിജയൻ സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. മരണസമയത്ത് അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം നേരെ പറവൂരിലേക്ക് എത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.